ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഞാനിവിടെ ഫ്രണ്ടിൽ വരാന്തയിൽ വന്നിരിക്കണം കേട്ടോ. ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, മഴക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇങ്ങനെ വെളിയിലിരിക്കുകയാണ്. ഇവിടെ നിന്ന് മണ്ണിൽ കളിക്കുന്നുണ്ട്. ഞാൻ എത്ര പിടിച്ച് മാറ്റിയാലും അവർ കളിക്കും. അപ്പം ഞാൻ ചെന്നാലും കളിച്ചോട്ടെ, പിന്നെ മേല് കഴിച്ച് കൊടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. രണ്ടുപേരും കൂടി ഇരുന്ന് കളിക്കണേണ്. ചായ കുടിച്ചില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു നാരങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ ഇവിടെ നമ്മുടെ ഇവിടെ ഫ്രിഡ്ജില്ല, ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അടുത്ത വീട്ടിൽ പോയി വെള്ളം ചോദിച്ചപ്പോൾ അവിടെയും ഫ്രിഡ്ജില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യും, നോർമൽ വാട്ടറിൽ തന്നെ നാരങ്ങ വെള്ളം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണത്. നിങ്ങളൊക്കെ എന്താ എടുക്കുന്നത് ഇപ്പോൾ? എന്തെടുക്കുകയാണ്? ഞാനിവിടെ പിള്ളേരുമായിട്ട് പോസ്റ്റായിട്ടിരിക്കുക കേട്ടോ. അമ്മ രാത്രിയാവും വരാനായിട്ട്. അമ്മ ഒരു ചെറിയൊരു കടയിൽ ജോലിക്ക് പോകുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇവർ രണ്ടുപേരും ഉള്ളതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റത്തില്ല. കാരണം ഇവർ അംഗനവാടിയിൽ ആക്കിയിട്ടാണെങ്കിൽ മൂത്തവർക്ക് ആകെ 3 വയസ്സല്ലേ ആയിട്ടുള്ളൂ, 3 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവളാണെങ്കിൽ ഇരിക്കണില്ല, ഭയങ്കര കരച്ചില്ല. അപ്പോൾ 3.5 വയസ്സാകുമ്പോൾ ഇരുത്താമെന്നാണ് വിചാരിക്കണത്. ഇപ്പോൾ അംഗനവാടി പോകാൻ പറയുമ്പോൾ തന്നെ അവൾ പറയണത് പോകൂല. ഇപ്പോൾ ചെറുതായിട്ട് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ, ഇരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇനി എങ്ങനെ ഇരുത്തുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. കൊണ്ടുപോയി ഒന്ന് ഇരുത്തി നോക്കണം. അത് കഴിയുമ്പോഴേ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. എനിക്കിവിടെ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് പോസ്റ്റാണ്. അമ്മ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും പിള്ളേരും പിന്നെ എൻ്റെ ബ്രദറും മാത്രമേ ഉള്ളൂ. ഹസ്സും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ കുറച്ച് പ്രാങ്ക് വീഡിയോസും പിന്നെ ചലഞ്ച് വീഡിയോസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. എന്ത് ടോപ്പിക്ക് വേണം, ഞാൻ എന്ത് ടോപ്പിക്കാണ് ചെയ്യാൻ ആഗ്രഹം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ കുറേ പേര് കണ്ടിട്ട് പോകണമെന്നല്ലാതെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണില്ല. നിങ്ങളൊരു ചെറിയൊരു സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ. ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മളെ പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് ഇതൊക്കെ ഒരു വലിയൊരു ഹെൽപ്പായിരിക്കും. നിങ്ങൾ എന്നുള്ള ഒരു ഇതാണ് നമുക്ക് വേണ്ടത്. കാരണം ഞങ്ങളെപ്പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിന് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. അപ്പോൾ കണ്ടിട്ട് പോകാതെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ചെറിയൊരു വീഡിയോ ആണ്. കാരണം നമുക്ക് ഇന്ന് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. കാരണം ചലഞ്ച് വീഡിയോസ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഉടനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതാ നമ്മുടെ പുറത്ത് ഇങ്ങനെ ആയിട്ടിരിക്കണത്. നല്ല ഇരുണ്ട് കൂടി കിടക്കുന്നുണ്ട്, ഇടിവെട്ടുണ്ട്. ഇനി മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ.